പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശിനായി 42,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇവരുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ഇന്നലെയാണ് പ്രധാനമന്ത്രി എത്തിയത്. ഉജ്ജ്വലമായ ഊഷ്മളമായ സ്വീകരണത്തിനെയാണ് പ്രധാനമന്ത്രിക്ക് ഇന്നലെ ലഭിച്ചത്. വാരണാസിയിൽ പൊതുപരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കും. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ എത്തി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂജയും ആരതിയും ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിരുന്നു. മാത്രമല്ല, ഈ വാരണാസി വിമാനത്താവളം മുതൽ കാശി വിശ്വനാഥ ക്ഷേത്രം വരെയുള്ള സ്ഥലത്ത് അദ്ദേഹം റോഡ് ഷോയാണ് ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. റോഡ് ഷോയുടെ ഇരുഭാഗത്തും ആയിരക്കണക്കിന് വാരണാസി നിവാസികൾ പ്രധാനമന്ത്രിയെ കാണുന്നതിനായും അദ്ദേഹത്തിന് പുഷ്പങ്ങൾ ചെയ്യുന്നതിനായും റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ 42,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് വാരണാസിയിൽ തുടക്കം കുറിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 13,000 കോടി രൂപയുടെ പദ്ധതികൾ വാരണാസിയിൽ മാത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ യുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 42,000 കോടിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രി തന്റെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ തുടക്കം കുറിക്കുന്നത്. ഗൗതം പറഞ്ഞ പോലെ തന്നെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പ്രചാരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഒപ്പം നമുക്കറിയുന്നത് പോലെ തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അത് അധികാരം ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പോലും ഇടപെടലുണ്ടാകുന്നത്. കാരണം അത്രമേൽ ജനക്ഷേമകരമായ പദ്ധതികളാണ് പ്രധാനമന്ത്രി ആവിഷ്കരിച്ചത്. NDA സർക്കാർ അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജനകീയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അനവധി പദ്ധതികൾ തന്നെയായിരിക്കും സ്വന്തം മണ്ഡലത്തിൽ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക, അല്ലേ? വാരണാസിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിരവധി പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വാരണാസി സന്ദർശനത്തിലും അദ്ദേഹം വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വാരണാസി മാത്രമല്ല, ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കേണ്ടതായ പദ്ധതികൾ കൂടിയാണ് വാരണാസിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഒരു സന്ദർശനത്തിന്റെ ഏറ്റവും സവിശേഷത നമുക്കറിയാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വാരണാസി സന്ദർശനം എന്ന സവിശേഷതയും ഇതിനുണ്ട്. അദ്ദേഹം 2014-ലും 2019-ലും ലോക്സഭയെ പ്രതിനിധീകരിച്ച മണ്ഡലമാണിത്. വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം 2 തവണയും ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും തന്റെ മൂന്നാം ഊഴത്തിലും ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമായിട്ടുള്ള വാരണാസിയിൽ നിന്ന് തന്നെ ജനവിധി തേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ അദ്ദേഹം വാരണാസിയിൽ എത്തിയത്. ഇന്ന് ഉച്ചയ്ക്കത്തെ പൊതുസമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഛത്തീസ്ഗഡിലേക്കാണ് പോകുക. അതിനുശേഷം പിന്നീട് വാരണാസിയിൽ എത്തുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായാകും. അത് വലിയ ആഘോഷമായി മാറും. മുൻ വർഷങ്ങളിലും റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി എത്താറുള്ളത്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.